ഹലോ ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്, ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ തല കുളിച്ചിട്ടില്ല, കുളിച്ചില്ല, രാവിലെ കുളിച്ചതാണ്. അപ്പോൾ വൈകിട്ട് കുളിച്ചില്ല. ഞാനൊന്ന് മേക്ക് കഴുകിയിട്ട് അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരുപാട് തവണ ഞാൻ പോയിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതൊരു സർപ്രൈസ് ആക്കിയിട്ടോ സസ്പെൻസ് ആക്കിയിട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളത് ആ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും പോകാനുള്ളത്. എന്നുവെച്ചാൽ മനസ്സൊന്ന് വിഷമിച്ച് കഴിഞ്ഞാൽ, ആ മനസ്സ് എല്ലാവരും വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ, സ്വയം വിഷമിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നന്ദിയൊക്കെ പറയാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഒരുപാട് കാലമായി. ഇത് ഭയങ്കര ലൂസായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തടി വെച്ചിട്ടുണ്ട്. എനിക്കിത് ഫിറ്റ് ആയിട്ടുണ്ട്, ഒരു അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടാണോ ആമസോൺ ആണോ എന്നറിയില്ല. ഇത് അടിപൊളി ചുരിദാറാണ്, നല്ല രസമാണ്. ഇതിൻ്റെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ്. പൊട്ട് വെച്ചിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു പൊട്ട് വയ്ക്കാം. ഈ പൊട്ട് കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞൊരു പൊട്ട് വെച്ചു. പിന്നെ മുടിയൊക്കെ നീരാം. ഞാൻ ഇങ്ങനെ ആലോചിക്കും, മുടി അഴിച്ചിട്ടുണ്ടാവും, ഭയങ്കര ഉഷ്ണല്ലേ. രാവിലെ ഭയങ്കര ഉഷ്ണമായിരുന്നുള്ളൂ. ചേട്ടൻ ഇപ്പം തന്നെ എത്തിയുള്ളൂ. അപ്പോൾ ചേട്ടൻ വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു നമുക്ക് പോവാം. വരുന്ന വഴിക്കല്ല, എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു നീ റെഡി ആയിട്ടിരിക്കണം എന്ന്. 1-2 മണിക്കൂർ കൂടുമ്പോഴും വിളിച്ചു പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പം ഞാൻ ചേട്ടൻ എത്തിയിട്ടേ റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇതാ ഞാൻ ഇപ്പം റെഡി ആയിട്ട് ആളുടെ കുളി കഴിഞ്ഞിട്ടില്ല, ആൾ വന്ന് കുളിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടോ. ഈ ഫാനും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഫാൻ ഇടാണ്ടിരിക്കാനും പറ്റില്ല എനിക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ട് മുടി അങ്ങ് പൊക്കി കെട്ടി വയ്ക്കാന്ന് വിചാരിച്ചു. അതാണ് ഒരു ഭംഗി മാത്രമല്ല, ഉഷ്ണിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ പൊക്കി കെട്ടിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ കെട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിലേ ഇങ്ങനെയൊക്കെ ഇടാം അല്ലേ? അതിങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും. എന്നാലും നമുക്ക് അങ്ങനെ ഇടാം. ഇനി ഞാൻ പറയാം, നമ്മൾ പോകുന്നത് ആവണിയങ്കാട്ടേക്കാണ്. ആവണിയങ്കാട്ടിൽ പ്രവേശനമായി തൊഴുതാലാണ് നമുക്കൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടുക. നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ പോയി തൊഴും. നമുക്കൊരു ഏട്ടന് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ പണ്ട് എൻ്റെ അച്ഛനൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് എപ്പോഴും പോയിരുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പോയിരുന്നതാണ്. ഇപ്പോൾ ഏട്ടനും അങ്ങനെയൊക്കെ നമുക്ക് പോവാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഓവർ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഒന്നും മുഖത്ത് ചെയ്തിട്ടില്ല. കണ്ടോ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല മുഖത്ത്. കാരണം വിയർക്കും, മുഖം നല്ലപോലെ വിയർക്കും. പിന്നെ അതൊന്നായിട്ടിട്ട് നമ്മൾ ചെയ്ത് വെറുതെ അവിടെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ നിൽക്കും. ഇനി ഒലിക്കാത്തതുണ്ടെങ്കിൽ എനിക്കത് സ്കിന്ന് അങ്ങനെ ഒലിക്കാത്തതുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ RCMൻ്റെ അത് നല്ലതാണ്. പക്ഷെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പിരിയായിട്ട് ഇങ്ങനെ നിൽക്കും, ഒലിക്കാണ്ട്. അതിങ്ങനെ സ്കിന്നിന് ചേരുന്നില്ല, മേക്കപ്പ് ഒട്ടും സ്കിന്നിന് ചേരുന്നില്ല. പിന്നെ പണ്ട് കാലത്ത് നമ്മളിതൊന്നും യൂസ് ചെയ്തിട്ടല്ലല്ലോ നമ്മളിതൊന്നും ജീവിച്ചിരുന്നതെന്ന് എല്ലാവരും പറയും, അത് സത്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഇപ്പം നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട. നമ്മൾ സാധാരണ എൻ്റെ സാധാരണ കണ്ണട തന്നെ വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വന്നിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അത്രയും ലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു അപ്പുറത്ത് ഒരാൾ വന്ന് കൊഞ്ഞിനും കഴിക്കും. ലേറ്റ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് പോവാം, വേഗം പോവാം കേട്ടോ.
കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ഡോഗ് ഷോ വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അത്തറാണ്. നല്ല ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഞങ്ങൾ കറങ്ങാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട്, അവള് ഇതൊക്കെ മേടിക്കുമ്പോൾ ഞാൻ മേടിക്കാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചു. അടിപൊളി സ്മെല്ലാടും, സ്മെല്ല. അതിപ്പോൾ കഴിയാറായിട്ടോ, കുറച്ചേ ഉള്ളൂ, കഴിയാറായി. നമുക്ക് ഇനി പോയിട്ട് അമ്പലവും അവിടുത്തെ വിശേഷങ്ങളും അങ്ങനെ നമ്മുടെ ഒരു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങ് പോവാം കേട്ടോ. അപ്പൊ വീഡിയോ എനിക്ക് അങ്ങനെ ആവണങ്ങാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ സുബീഷേട്ടൻ്റെ കട എന്നോ ബിനീഷേട്ടൻ്റെ കട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണിമംഗലത്ത് തന്നെ പാടത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പഴം മിൽക്ക് അവൽ പഴം മിൽക്ക് സർബത്ത് അതെന്തോ ആണ് ഞാൻ കഴിച്ചത്. പിന്നെ ഏട്ടൻ കഴിച്ചത് മാംഗോൻ്റെ എന്തോ ഒരു കുലുക്കി സർബത്ത്, ഇതുപോലെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ അത്ര കൊള്ളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചേട്ടന് കൊടുക്കാണ്ട് കുറച്ച് കുടിച്ചപ്പോൾ ചേട്ടൻ വേണ്ട പറഞ്ഞിട്ടുള്ള ആളാട്ടോ. അപ്പോൾ എൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ ഏട്ടന് വേണമെന്നായി. പക്ഷേ ബാക്കി കുറേ നേരം, അതായത് കട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെന്നത്. കാരണം എനിക്ക് മാത്രമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ചേട്ടന്. അങ്ങനെ അതോടുകൂടി വേറെ 2 കൂട്ടരും കൂടി വരുന്നതോടുകൂടി കട ക്ലോസ് ആക്കിയിട്ടാണ്. പിന്നെ ആവണങ്ങാട്ട് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. പിന്നെ കുറേ കാലമായി ആവണങ്ങാട്ടിൽ വെച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമുക്കൊരു സന്തോഷമാണല്ലോ ഫോട്ടോ എടുക്കാനും ഇതൊക്കെ. അപ്പോൾ ഒരു ധൃതിയൊക്കെ കൂടിയ കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഒരു സന്തോഷം. അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പോയത്, കണിമംഗലത്ത് വന്നിട്ട് നമ്മുടെ ജ്യൂസൊക്കെ കുടിച്ചത് കേട്ടോ. എങ്കിലും ഈ ഒരു സീനുണ്ടല്ലോ, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ആവണങ്ങാട്ടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, മനസ്സിന് സമാധാനം, ആ മണ്ണിൽ ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം തിരിച്ച് നമ്മൾക്ക് ഒരു പ്രത്യേക എനർജിയാണ്. പിന്നെ ഒരു കുറേ കാലത്തേക്ക് നമുക്ക് ഭയങ്കര സുഖമായിരിക്കും നമ്മുടെ മനസ്സിനും സന്തോഷം ശരീരത്തിനും. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.